നമ്മളെല്ലാവരും ഇന്നൊരു ട്രിപ്പ് പോകാൻ പോവുകയാണ്. നമ്മൾ എങ്ങോട്ടാണ് എല്ലാവരും കൂടി ട്രിപ്പ് പോകുന്നത്? നമ്മളെല്ലാവരും കൂടി തലസ്ഥാന നഗരിയായ ഡൽഹിയിലേക്ക് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി പോവുകയാണ്. നമ്മള് എന്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഡൽഹിയിലേക്ക് പോകുന്നത്? നമ്മള് ഡൽഹിയിലേക്ക് പോകുന്നത് നമ്മുടെ പാർലമെന്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളെല്ലാവരും എന്ത് ചെയ്യാണ്? ബാഗൊക്കെ പാക്ക് ചെയ്തു. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ എവിടെ എത്തി? ഡൽഹിയിലെത്തി. ഡൽഹിയിൽ എവിടെ എത്തി? നമ്മൾ എന്താണോ കാണാൻ ഉദ്ദേശിച്ചത് അതിന്റെ മുന്നിലെത്തി. നമ്മുടെ പാർലമെന്റിന്റെ മുന്നിൽ അതാ നിൽക്കുന്നു നമ്മുടെ പാർലമെന്റ്. വലിയൊരു കൊട്ടാരം കണക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. എന്ത്? പാർലമെന്റ്. നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യൻ പാർലമെന്റ്. ഇന്ത്യയുടെ നിയമനിർമ്മാണം നടക്കുന്നത് എവിടെ വെച്ചാണ്? ഈ പാർലമെന്റിൽ വെച്ചാണ്. അപ്പൊ ആ പാർലമെന്റാണ് നമ്മൾ ഇന്ന് എവിടെ കാണുന്നത്? ഡൽഹിയിൽ നേരിട്ട് നമ്മൾ കാണുകയാണ്. ഈ പാർലമെന്റിൽ കണ്ടു. നമ്മൾ ഈ പാർലമെന്റിലേക്ക് കയറുകയാണ്. അങ്ങനെ നമ്മൾ ഈ പാർലമെന്റിലേക്ക് കയറി നമ്മൾ വലിയൊരു കൊട്ടാരം കണക്ക് നിൽക്കുന്ന ഈ പാർലമെന്റിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോ അവിടെ ഈ വലിയ കൊട്ടാരത്തിനുള്ളിൽ കേവലം 2 പ്രധാനപ്പെട്ട മുറികളാണ്. സാധാരണ നമ്മുടെ കൊട്ടാരത്തിൽ ഒരുപാട് മുറികളൊക്കെ ഉണ്ടാവില്ലേ? പക്ഷെ നമ്മുടെ ഈ പാർലമെന്റ് ആവുന്ന കൊട്ടാരത്തിൽ കേവലം 2 മുറികളാണ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മുടെ ഇന്ത്യയുടെ പാർലമെന്റിനെ നമ്മൾ 2ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വിഭജിക്കുന്നുണ്ട്. അതിലൊന്നാമത്തത് എന്ന് പറയുന്നത് രാജ്യസഭയാണ്. എന്താണ്? രാജ്യസഭയാണ്. അതായത് പാർലമെന്റിന്റെ ആദ്യത്തെ മുറി എന്ന് പറയുന്നത് എന്താണ്? രാജ്യസഭയാകുന്നു. അവിടുത്തെ 2ാമത്തെ മുറി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ലോകസഭയാണ്. അതായത് നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോ എവിടെയാണുള്ളത്? ഡൽഹിയിലാണുള്ളത്. നമ്മൾ എന്ത് കാണാനാണ് പോയത്? പാർലമെന്റ് കാണാനാണ് പോയത്. ആ പാർലമെന്റിൽ നമ്മൾ കയറി ചെന്ന ഉടനെ എന്ത് കണ്ടു? നമ്മൾ 2 മുറികൾ കണ്ടു. അതിൽ ആദ്യത്തെ മുറി എന്താകുന്നു? രാജ്യസഭയാവുന്നു. 2ാമത്തെ മുറി എന്ത് ചെയ്യുന്നു? ലോകസഭയാവുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഈ പാർലമെന്റിലെ ആദ്യത്തെ മുറിയായ രാജ്യസഭയിലേക്ക് കയറുകയാണ്. രാജ്യസഭയിലേക്ക് കയറിയ ഉടനെ നമ്മൾ എന്താണ് കാണുന്നത്? കസേരകളൊക്കെ അടുക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ചുവന്ന പരവതാനി വിരിച്ചിട്ടുണ്ട്. കസേരകളൊക്കെ എങ്ങനെയാണ് അടുക്കിയിട്ടിരിക്കുന്നത്? അർദ്ധവൃത്താകൃതിയിലാണ് എന്തൊക്കെ കസേരകളൊക്കെ രാജ്യസഭയിൽ എന്ത് ചെയ്തിട്ട് അടുക്കിയിട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ എന്തുണ്ട്? ഈ കസേരകളൊക്കെ അടുക്കി വെച്ചതിന്റെ നടുവിലായിട്ട് എന്തുണ്ട്? ഒരു ചെയർ ഇട്ടിട്ടുണ്ട്. ആ ചെയറില് ആരാണ്? രാജ്യസഭയുടെ അധ്യക്ഷൻ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചെയർ ഇട്ടിട്ടുണ്ട്. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആരായിരിക്കും? ഉപരാഷ്ട്രപതി ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ കണ്ടല്ലോ. ഇത് കണ്ടതിന് ശേഷം നമ്മൾ എങ്ങോട്ടേക്ക് പോവുകയാണ്? നേരെ അടുത്ത മുറിയായ ലോകസഭയിലേക്ക് പോവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു രാജ്യസഭയുടെ മുറിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നിലത്ത് ചുവന്ന കാർപ്പറ്റാണ് ഇട്ടിരുന്നെങ്കിൽ നമ്മുടെ ഈ ലോകസഭയുടെ മുറിയില് നിലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? പച്ച കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട്. എന്ത് കാർപ്പറ്റായിട്ടത്? പച്ച കാർപ്പറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് രാജ്യസഭയിൽ ചുവപ്പാണെങ്കിൽ ഇവിടെ എന്താണ്? പച്ച കാർപ്പറ്റാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു അർദ്ധവൃത്താകൃതിയിലാണ് രാജ്യസഭയിൽ എന്തിട്ടിട്ടുള്ളത്? ചെയറുകൾ അടുപ്പിച്ചിട്ടിരിക്കുന്നത്. പക്ഷെ ലോകസഭയിൽ ഈ ഒരു രീതിയിലാണ് എന്തുണ്ടായിരുന്നത്? ചെയറുകൾ കുതിരലാട ആകൃതി എന്നാണ് ഇതറിയപ്പെടുന്നത്. ഈ ആകൃതിയിലാണ് ലോകസഭ അടുപ്പിച്ചിട്ട് ഉണ്ടായിരുന്നത്. രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആരായിരിക്കും? ഉപരാഷ്ട്രപതി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലോകസഭയുടെ അധ്യക്ഷൻ ആരായിരിക്കും? സ്പീക്കർ ആയിരിക്കും. ആരായിരിക്കും? സ്പീക്കർ ആയിരിക്കും. ഈ വ്യത്യാസങ്ങള് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം. പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ് ഇത്. രാജ്യസഭയില് നമ്മുടെ ആദ്യത്തെ മുറിയായ രാജ്യസഭയില് 250ഓളം ആളുകളെ മെമ്പർമാരെ ഉൾക്കൊള്ളും.
ഉൾക്കൊള്ളും. എത്ര? 200. ഇതിന്റെ മാക്സിമം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 250 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ മുറിയായ ലോകസഭയിൽ ഉൾക്കൊള്ളുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് എപ്പോഴും 550 ആയിരിക്കും. അതായത് എപ്പോഴും ഇത്ര ആളുകൾ ഉണ്ടാവണമെന്നില്ല, എങ്കിലും ഇതില് പരമാവധി ഉൾക്കൊള്ളുന്ന ആളുകളുടെ എണ്ണം 550 ആയിരിക്കും. ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവല്ലോ. അപ്പൊ ഇതിന്റെ അടുത്ത കാര്യങ്ങള്, ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും.